ആണോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അങ്ങനെ പൂർവ്വജന്മ സുഹൃതം പോലെ നമ്മൾ കൊട്ടിയൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ത്രിസന്ധ്യാ സമയം. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാണ്. ജയൻ സ്വാമി, അജയൻ സ്വാമി, പത്മലാൽ, വിമൻലാൽ തുടങ്ങിയ എല്ലാവരും ചേർന്നുള്ള ഒരു യാത്ര തികച്ചും അപ്രതീക്ഷിതമാണ്. ഭഗവാന്റെ ഒരു കൽപ്പനയാണ്. ശിവപുരാണ യജ്ഞത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ എത്താൻ കഴിയുക എന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്ത് ചെയ്യും? മറ്റേ ഫോൺ ഇവിടെ വെക്കുന്ന സാധനം എന്ത് ചെയ്യും? എടുക്കുന്നുണ്ടോ? എടുക്കുവാണോ? ആ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ കൊട്ടിയൂരപ്പൻ്റെ മുമ്പിൽ എത്തിയത്. ഭഗവാന്റെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ മതി. ശിവപുരാണ യജ്ഞത്തിൻ്റെ തിരുനടയിൽ നിന്നും ഭഗവാന്റെ പുരാണം സംശോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിനിടയിൽ ശിവപുരാണത്തിൻ്റെ പ്രഥമ ഖണ്ഡമായ സതീഖണ്ഡത്തിൽ വിദ്വേശ്വര സംഹിതയും രുദ്രസംഹിതയും കഴിഞ്ഞ് രുദ്രസംഹിതയുടെ പ്രഥമ ഖണ്ഡത്തിൽ സതിയുടെ ചരിതം നമ്മൾ ടൈപ്പ് ചെയ്ത് സംശോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സതിയുടെയും മഹാദേവൻ്റെയും ചരിതം പ്രകമ്പനം കൊള്ളിക്കുന്ന കാറ്റും വെള്ളവും ഭൂമിയും ആകാശവും പഞ്ചഭൂതങ്ങളെല്ലാം നമഃശിവായ മന്ത്രം ജപിക്കുന്ന കൊട്ടിയൂരിലെ തിരുനടയിൽ നിന്ന് ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ശിവപുരാണത്തിൻ്റെ യജ്ഞമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ നമുക്ക് ആ ഗ്രന്ഥം കൂടി കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഭഗവാന്റെ തിരുവായുധം എഴുന്നള്ളിക്കുന്ന മേൽശാന്തി നമ്മുടെ യജ്ഞം നടക്കുന്ന ഹൈദരാബാദിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അദ്ദേഹത്തെ ഈ ഭൂമിയിൽ വന്ന് കാണാൻ കഴിയുകയും അടുത്ത കർക്കിടക മാസം 3-ാം തീയതി നടക്കുന്ന യജ്ഞത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തത് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. പരാശക്തി, ആദിപരാശക്തിയായ ഭഗവതി ശ്രീ പാർവതിയായി അവതരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മുഹൂർത്തത്തിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊട്ടിയൂരിൽ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഓം നമഃ ശിവായ.